2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ LDFന് ഇപ്പോഴത്തെ നില തുടരാൻ കഴിയുമോ? ഇപ്പോഴത്തെ നില ആകെ 13 സീറ്റുള്ളിടത്ത് 12 ഇടങ്ങളിൽ LDF ആണ്. ഒരിടത്ത് മാത്രമാണ് UDF. CPMന് 7ഉം CPIക്ക് 5ഉം. UDFിലെ ഒരു സീറ്റ് അത് കോൺഗ്രസിനാണ്, അത് ചാലക്കുടി മണ്ഡലത്തിലാണ്. CPMൻ്റെ 7 സീറ്റ് എന്ന് പറയുന്നത് ചേലക്കരയും ഗുരുവായൂരും ഇരിങ്ങാലക്കുടയും കുന്നംകുളവും മണലൂരും വടക്കാഞ്ചേരിയും പുതുക്കാടുമാണെങ്കിൽ CPIയുടെ 5 മണ്ഡലങ്ങൾ കൊടുങ്ങല്ലൂര്, കയ്പമംഗലം, ഒല്ലൂർ, നാട്ടിക, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ്. ഇതിൽ CPIക്ക് കേരളത്തിൽ അല്പം ഒരു പ്രബലമായ സ്ഥാനമുള്ള ജില്ലയാണ് തൃശ്ശൂരിലെ. തൃശ്ശൂരിൽ നമുക്കറിയാം, അവസാന സമയം വരെയും CPIക്കൊരു MP ഉണ്ടായിരുന്ന മണ്ഡലം കൂടിയാണ്. ദേശീയ തലത്തിലെ ഇടതുപക്ഷ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് CPIക്ക് ഉണ്ടായിരുന്ന ഇടമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കവർന്നെടുത്തു. അത് CPIക്ക് ഏറ്റ ഏറ്റവും വലിയ ക്ഷീണം തന്നെയാണ്. കാരണം അതൊരു CPM BJP അന്തർധാരയുടെ ഫലമായിട്ടാണ് അത്തരത്തിൽ സംഭവിച്ചത് എന്ന് പരക്കെ പിന്നാമ്പുറ വർത്തമാനം ഉണ്ട്. അത് യാഥാർത്ഥ്യമായിട്ടാണ് പലരും കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അരിശം CPIക്കാർക്കുണ്ട്. CPI ഏറെ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലമായിരുന്നു തൃശ്ശൂർ. പ്രത്യേകിച്ച് 2016 LDF സർക്കാരിലെ കൃഷിമന്ത്രിയായിരുന്ന VS സുനിൽകുമാർ ആയിരുന്നു അവിടെ മത്സരിച്ചത്. അപ്പോൾ CPIക്ക് ഏറ്റ കനത്ത പ്രഹരം കൂടിയായിട്ടാണ് അതിനെ കാണുന്നത്. അത് ഏതായാലും ഈ CPMനോടൊപ്പം നിൽക്കുന്ന CPIക്ക് അത് തൃശ്ശൂരിനെയും പഴയ സ്ഥിതിയിലെത്താൻ കഴിയുമോ എന്നുള്ളതും സംശയമാണ്. CPMൻ്റെ തണലിൽ നിൽക്കുന്ന CPIക്ക് ഇത്തരത്തിൽ പലതരത്തിലുള്ള പതനവും സംഭവിക്കും. CPMന് എത്രത്തോളം പതനം സംഭവിക്കുമോ അതിനേക്കാൾ 10 മടങ്ങ് പതനത്തിലേക്കാണ് CPIയും പോകുന്നത്. ഈ മണ്ഡലങ്ങളൊക്കെ തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് വലിയ സംശയം. അതായത് കൊടുങ്ങല്ലൂരും കയ്പമംഗലവും ഒല്ലൂരും നാട്ടികയും തൃശ്ശൂരുമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം BJP പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥിതിക്ക്, പ്രത്യേകിച്ച് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പോലും BJP പിടിച്ചെടുത്തിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ തന്നെ BJPയിലേക്ക് ഒരു വൻ പ്രവാഹം തന്നെയുണ്ട് കോൺഗ്രസിൽ നിന്ന്. ആ ഒരു സാഹചര്യത്തിൽ CPIക്ക് നിൽക്കക്കള്ളി ഇല്ലാതായി മാറുകയാണ് ഈ പറയുന്ന മണ്ഡലങ്ങളൊക്കെ. ആകെ 13 മണ്ഡലങ്ങളാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. ചാലക്കുടിയും ചേലക്കരയും ഗുരുവായൂരും ഒല്ലൂരിലും കൊടുങ്ങല്ലൂരിലും ഇരിങ്ങാലക്കുട, മണലൂർ, കയ്പമംഗലം, നാട്ടിക, കുന്നംകുളം, പുതുക്കാട്, വടക്കാഞ്ചേരി. ഇതിൽ ചേലക്കരയിൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആ മണ്ഡലത്തിലെ MLA രാധാകൃഷ്ണൻ ആലത്തൂർ മത്സരിക്കാൻ പോയി വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചു. പക്ഷേ ഭൂരിപക്ഷം 10,000-ൽ മാത്രം ഒതുങ്ങി നിന്നു എന്നുള്ളതാണ്. 10,000 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തെറ്റില്ലാത്ത കണക്കാണെങ്കിലും രാധാകൃഷ്ണൻ 2021 വിജയിച്ചത് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ചേലക്കരയിൽ പ്രകടമായി എന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പായ നിലമ്പൂരിലും അത് വ്യക്തമായി പ്രകടമാവുകയും ചെയ്തു. അപ്പോൾ ചേലക്കരയിൽ CPMന് കൈവിട്ടു പോകും എന്ന് ഒരു ഉറച്ച വിശ്വാസം തന്നെയുണ്ട്. അതിനനുസൃതമായിട്ടുള്ള നീക്കമായിരിക്കും അവർ നടത്തുക. അതുപോലെ ഗുരുവായൂർ സീറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിൻ്റെ സീറ്റാണത്. UDFിൽ ലീഗിന് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോഴത് CPMൻ്റെ കയ്യിലാണ് ഗുരുവായൂർ സീറ്റ്.
അപ്പോൾ ഗുരുവായൂരിലെ പിന്നെ അക്ബറാണ് അവിടെ നിന്ന് വിജയിച്ചിരിക്കുന്നതും KN ഖാദർ ഏതാണ്ട് ഒരു 15,000 വോട്ടിന് അക്ബറിനോട് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇക്കുറി അവിടെ ലീഗിൻ്റെ കയ്യിൽ നിന്നത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവിടെ 2 പേരുകളാണ് ഉയരുന്നത്. ഒന്ന് K മുരളീധരനും അതല്ലെന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യരും മത്സരിക്കുമെന്നാണ് അറിയുന്നത്. K മുരളീധരന് 2 ഇടങ്ങളിലാണ് പ്രധാന നോട്ടം. ഒന്ന് ഗുരുവായൂർ മണ്ഡലത്തിലും മറ്റൊന്ന് കൊയിലാണ്ടി മണ്ഡലത്തിലുമാണ്. കൊയിലാണ്ടി മണ്ഡലം എന്ന് പറയുന്നത് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്നതാണ്. വടകരയിൽ നിന്ന് 19 മുരളീധരൻ വിജയിച്ചതാണ്. വടകരയും കോഴിക്കോടും ഒക്കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായിട്ടുള്ള ഒരിടമല്ല. മുരളീധരൻ അല്പം സ്വാധീനമുള്ള ഇടം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഏതെങ്കിലും 2 മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നിയമസഭയിൽ എത്തണം. UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനത്തിൽ വരെ എത്താവുന്ന ആളാണ് K മുരളീധരൻ. അപ്പോൾ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും ഏറെ സാധ്യത തന്നെ കാണുന്നത്. കാരണം ഈ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താനെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനു മുമ്പ് നമുക്കറിയാം 2021 നിയമത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊടുവിൽ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലം തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോൾ അദ്ദേഹം നോക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ടാണ്. കാരണം ശശി തരൂര് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത ഒരു മട്ടിൽ നിൽക്കുകയാണ്. ഇതിനകത്തുനിന്ന് കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയി MP സ്ഥാനവും രാജിവെച്ച് കഴിഞ്ഞാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. ആ ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട് മുരളീധരൻ ഇതേ അവസരത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് അദ്ദേഹം വളരെ സജീവമായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. തലസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം പലരും പറയുന്നത് വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്നുള്ളതാണ്. വട്ടിയൂർക്കാവിൽ ഇനി അദ്ദേഹം മത്സരിക്കില്ല. കാരണം അവിടെ BJP വലിയ ഇടം പിടിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പരാജയം ഉറപ്പാണ് എന്ന് അദ്ദേഹം മണത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ മത്സരിക്കുമായിരുന്നു. വട്ടിയൂർക്കാവിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാതിരുന്നെങ്കിൽ തുടർന്നും ആ മണ്ഡലം നിലനിർത്തിയേനെ. കോൺഗ്രസ് തന്നെയാണ് ചില മണ്ഡലങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഇപ്പോൾ വട്ടിയൂർക്കാവ് നഷ്ടപ്പെടുത്തി. അതുപോലെ തന്നെ പിന്നെ കോന്നി മണ്ഡലം, കോന്നിയിൽ നിന്ന് പിന്നെ അടൂർ പ്രകാശിനെ വിളിച്ചുകൊണ്ടുവന്ന് ആറ്റിങ്ങൽ കൊണ്ടുവരിക. അപ്പോൾ അവർ അത്തരത്തിൽ ചില മണ്ഡലങ്ങൾ അങ്ങ് നഷ്ടപ്പെടുത്തി. ഇപ്പോൾ വടകരയിൽ നിന്ന് മുരളീധരനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഷാഫി പറമ്പിലിനെ നിയമസഭയിൽ തന്നെ നിർത്തിക്കൊണ്ട് വടകരയിൽ പിന്നെ ഇതുപോലെ തന്നെ മുരളീധരൻ തുടർന്നേന്. അപ്പോൾ അത് പിന്നെ ഇവിടെ നിയമസഭയിലേക്ക് വരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് കൂടി അവസരം കൊടുക്കുക എന്നുള്ളത് പ്രാവർത്തികമാക്കാമായിരുന്നു എന്നുള്ളതാണ്. CPMൻ്റെ മറ്റിവർക്ക് പ്രധാനമായിട്ടും ഇരിങ്ങാലക്കുട മണ്ഡലം നഷ്ടപ്പെടുമെന്നുള്ളതും ഉറപ്പാണ്. അവിടെ മന്ത്രി ബിന്ദുവിനെ കുറിച്ച് പരക്കെ ആക്ഷേപവും പരാതിയും ഒക്കെ നിൽക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് ആൻ സെബാസ്റ്റ്യനാണ് മത്സരിക്കുക എന്ന് അറിയുന്നുണ്ട്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് TN പ്രതാപൻ 2024 തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള എല്ലാ ഒരുക്കവും നടത്തിയപ്പോഴാണ് വടകരയിൽ നിന്ന് മുരളീധരൻ തൃശ്ശൂരിൽ എത്തിയതും TN പ്രതാപൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. TN പ്രതാപനും UDF അധികാരത്തിൽ വരുന്നത് കാത്ത് മന്ത്രിസ്ഥാനവും പ്രതീക്ഷിച്ച് നിൽക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മൊത്തത്തിലൊരു വലിയ ചലനം തന്നെ ഉണ്ടാകും. LDFന് പലയിടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. അവിടെ UDF എത്ര സീറ്റ് പിടിക്കും എന്നുള്ളതാണ് ഇനി നിർണായകം. അതിനോടൊപ്പം തന്നെ BJPയും വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യും, സീറ്റ് പിടിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.